കാരണം എപ്പോഴും വാർത്തകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് സിനിമാ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഷാലു പേയാട്. ഇടയ്ക്ക് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് ഷാലു പേയാടിനെ ഫെഫ്കയിൽ നിന്ന് വരെ പുറത്താക്കിയിരുന്നു. അതുപോലെ ബിഗ് ബോസ് താരം റോബിനുമായുള്ള വിവാദങ്ങളിലും ഇദ്ദേഹം കളം പിടിച്ചു. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ് പുതിയ പ്രശ്നം. ഒരു വീടിന് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്ന ആളുകളുടെ മുന്നിലിട്ട് ഷാലു പേയാട് ഒരു സ്ത്രീയെ പരസ്യമായി തല്ലുന്ന രീതിയിലുള്ള വീഡിയോ ആണ് ആദ്യം പുറത്തു വന്നത്. തറയിൽ കിടക്കുന്ന അവരുടെ കൈ പിടിച്ചു തിരിക്കാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. നൊടിയിടയിൽ ദൃശ്യങ്ങൾ വൈറലായതും ഷാലു പേയാടിനെതിരെ വിമർശനം ശക്തമായി. എന്നാൽ ഇപ്പോൾ അതിന് സത്യാവസ്ഥ തുറന്നു കാട്ടപ്പെടുകയാണ്. റോഡരികിൽ അശരണരായി കണ്ട കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ മുന്നിട്ടിറങ്ങിയ തനിക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയും ചതിയും നേരിടേണ്ടി വന്നതായാണ് ഷാലു പേയാട് തുറന്നടിച്ചിരിക്കുന്നത്. ചാരിറ്റി പ്രവർത്തനത്തിന്റെ മറവിൽ താൻ വലിയൊരു കെണിയിൽ അകപ്പെടുകയായിരുന്നുവെന്നും സഹായിക്കാൻ ചെന്ന തന്നെയും നാട്ടുകാരെയും ഈ കുടുംബം കബളിപ്പിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി. തന്റെ മകൾ മരണപ്പെട്ടുവെന്നും തങ്ങൾക്ക് താമസിക്കാൻ മറ്റിടമില്ലെന്നും പറഞ്ഞ് കൊല്ലം സ്വദേശികളായ ഒരു സ്ത്രീയും അവരുടെ 3 മക്കളും ഷാലു പേയാടിനെ സമീപിക്കുകയായിരുന്നു. ഈ വാക്കുകൾ വിശ്വസിച്ച് ഇവർക്കായി ഒരു വീട് നിർമ്മിച്ചു നൽകാൻ താൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. എന്നാൽ മകൾ മരിച്ചു എന്നത് ഉൾപ്പെടെയുള്ള ഇവരുടെ മുൻകാല കഥകളെല്ലാം വ്യാജമാണെന്നും തന്നെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഇതെന്നും പിന്നീടാണ് വ്യക്തമായതെന്ന് ഷാലു പേയാട് പറയുന്നു. നിലവിൽ തന്നിൽ നിന്നും 1 കോടി രൂപ ആവശ്യപ്പെട്ടാണ് ഈ കുടുംബം പരസ്യമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഇത് ചോദ്യം ചെയ്ത ഷാലു പേയാടിനെ കല്ലെടുത്തെറിയാൻ ശ്രമിക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തു. പ്രദേശവാസികൾ സാക്ഷികളായിരിക്കെയാണ് തനിക്കെതിരെ വധശ്രമം ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവർക്കെതിരെ മുൻപും പോലീസ് നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് വിവരം. 2 ദിവസങ്ങൾക്ക് മുൻപ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ പരസ്യമായി അസഭ്യം പറയുകയും അക്രമ സ്വഭാവം കാണിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇവർക്കെതിരെ കേസെടുത്തിരുന്നു. പോലീസിനോ നിയമത്തിനോ ഇവരെ നിലയ്ക്ക് നിർത്താൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളതെന്നും ഷാലു പേയാട് ചൂണ്ടിക്കാണിക്കുന്നു. കുടുംബത്തിലെ സ്ത്രീയുടെ മാനസിക നില തെറ്റിയ നിലയിലാണെന്നും കൂടെയുള്ള 3 കുഞ്ഞുങ്ങളുടെ ജീവൻ നിലവിൽ വലിയ അപകടത്തിലാണെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ഈ കുട്ടികളെ ക്രൂരമായി ഉപദ്രവിക്കുന്ന സാഹചര്യമാണുള്ളത്. അതിനാൽ അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് സ്ത്രീയെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കും കുട്ടികളെ സുരക്ഷിതമായി ചൈൽഡ് ലൈനിന്റെ സംരക്ഷണത്തിലേക്കും മാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം തികച്ചും വ്യക്തിപരമായ തർക്കത്തെയും സാമ്പത്തിക തട്ടിപ്പിനെയും ചിലർ ബോധപൂർവം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതായി ഷാലു പേയാട് ആരോപിച്ചു. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇതിലേക്ക് രാഷ്ട്രീയം കുത്തിനിറച്ച് വിഷയം വക്രീകരിക്കാൻ ശ്രമിക്കുന്നവർ അതിൽ നിന്നും പിന്തിരിയണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. എൻ്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റി. എനിക്ക് റോഡിൽ കിടന്ന 3 പിള്ളേരെയും ഒരു വട്ടുപിടിച്ച സ്ത്രീയെ ഞാൻ വീട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ അവർ എന്നോട് പറഞ്ഞത് അവർക്ക് മോളില്ല, മോള് മരിച്ചു എന്നൊക്കെയാണ്. കൊല്ലത്ത് വെച്ചാണ് ദഹിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിരുന്നു. തുടങ്ങി സംഭവത്തിന്റെ വിശദമായ കാര്യങ്ങൾ ഷാലു പേയാട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും ഷാലു പേയാട് നിത്യവും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ ഒരു വ്യക്തിത്വമാണ്. നിരവധി ആളുകൾക്ക് സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം.